ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അഥവാ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ജീവിതശൈലി രോഗങ്ങൾ സാധാരണയായിട്ടുണ്ടാവുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കാരണമാണ്. നമ്മുടെ ഹാബിറ്റ്സുകളും നമ്മുടെ കെയറില്ലായ്മയും കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖങ്ങളാണ് ഈ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതുപോലെ ഫാറ്റി ലിവർ, ഒബീസിറ്റി, PCOD ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. ഈ അസുഖങ്ങളെയൊക്കെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ പറ്റും. വന്നവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും പല തരത്തിലുള്ള സിറ്റുവേഷനിൽ അല്ലെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് പല രീതിയിലുള്ള സ്ട്രെസ് അനുഭവപ്പെടുന്നവരാണ്. അതുപോലെ ഫാമിലി സ്ട്രെസ് അനുഭവപ്പെടുന്നവരുണ്ട്, വർക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ സ്ട്രെസ്സും നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് അല്ല കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. നിങ്ങളിപ്പം ഏർലി മോർണിംഗ് എഴുന്നേൽക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് എഴുന്നേൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഉള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ സമയം സ്ക്രീൻ ടൈം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മളെ ജയിക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്തിലേക്ക് എത്തുന്നത്. അതായത് നമ്മളെ തോൽപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്.